السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. വിശുദ്ധമായ ദീനിൽ ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള ഒരു സൽക്കർമ്മമാണ് കടം കൊടുക്കുക എന്നുള്ളത്. സാമ്പത്തികമായ ആവശ്യങ്ങൾ കടമിടപാടുകൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ സാമ്പത്തികമായ ശോഷണം നേരിടുന്ന സമയത്ത് കടം വാങ്ങിയിട്ടുണ്ട്, ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു, സാമ്പത്തികമായ ഒരു ആവശ്യം ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ അടിമയ്ക്ക് ഉണ്ടാകുമ്പോൾ അവന്റെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വീടപ്പെടുന്നതിന് വേണ്ടി ഒരാൾ കടം നൽകിയാൽ നിശ്ചിതമായ ഒരു ദിവസം ഒരു അവധി നൽകിയിട്ടാണ് കടം കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ അവൻ ആ നിശ്ചിതമായ അവധി എത്തിയിട്ടും കടം നൽകപ്പെട്ട മനുഷ്യന് അത് തിരികെ നൽകാൻ സാധിക്കാതെ വന്നപ്പോൾ അവൻ കുറച്ചു ദിവസം കൂടി സാവകാശം ചോദിക്കുകയാണ്. കടം കൊടുത്ത വ്യക്തി അങ്ങനെ സാവകാശം കൊടുത്തു. അതിനുശേഷം വീണ്ടും 10 ദിവസം കൂടി എക്സ്ട്രാ ഡേയ്സ് കടന്നുപോയെങ്കിൽ ഈ ഓരോ ദിവസവും കടം കൊടുത്ത വ്യക്തി എത്രയാണോ കൊടുത്തത് ആ തുകയ്ക്ക് സമാനമായ സ്വതക്ക 10 ദിവസം ദാനം ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു അയാൾക്ക് നൽകുന്നതാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സാമ്പത്തികമായി മറ്റൊരാളെ കടം കൊടുത്ത് സഹായിക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരികെ ലഭിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അവനെ സഹായിക്കൽ നമുക്ക് നിർബന്ധ ബാധ്യതയാണ്. ഒരു സത്യവിശ്വാസിയും മറ്റൊരു സത്യവിശ്വാസിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ബാധ്യതയിൽപ്പെട്ടതാണ് അവനെ സാമ്പത്തിക പ്രയാസങ്ങളിൽ സഹായിക്കുക എന്നുള്ളത്. ഒരാളുടെ കടബാധ്യത അവന്റെ സമ്മതം കൂടാതെ മറ്റൊരുത്തിന് വീടാമോ? അതെ, വീടാവുന്നതാണ്. കടം വീടുകയും ചെയ്യും. ആരുടെ കടമാണോ വീട്ടിയത് അവനോട് കടം വീട്ടിയവൻ ആ സംഖ്യ ചോദിക്കാൻ പാടില്ല. മയ്യത്തിന് കിട്ടാനുള്ള കടം അനന്തരാവകാശികൾ തങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് വാങ്ങാതിരുന്നാൽ അതിന്റെ പ്രതിഫലം ആർക്കാണ് ലഭിക്കുക? മയ്യത്തിനോ അനന്തരാവകാശികൾക്കോ? അതിന്റെ പ്രതിഫലം മയ്യത്തിന് തന്നെയാണ് ലഭിക്കുക, അനന്തരാവകാശികൾക്കല്ല. മയ്യത്തിന് ലഭിക്കാനുള്ള കടമാണല്ലോ അത്. മയ്യത്തിന്റെ അനന്തര സ്വത്ത് എന്ന നിലയ്ക്ക് അതിൽ അവകാശമുണ്ടെന്നത് കൊണ്ട് അനന്തരാവകാശികൾക്ക് അത് ചോദിച്ചു വാങ്ങാമെന്നല്ലാതെ അത് വാങ്ങാത്തിടത്തോളം അവരുടെ ഉടമസ്ഥതയിൽ അത് വരികയില്ല. അതുകൊണ്ട് തന്നെ മയ്യത്തിന്റെ സ്വത്ത് ഒഴിവാക്കിയതിന്റെ പുണ്യം മയ്യത്തിന് തന്നെയാണ് ലഭിക്കുക. ഹാഷിയത്തുൽ ബുജൈരിമി 3 276 തർശീഹ് 275. കടബാധ്യതയുള്ള ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന് അനന്തര സ്വത്തുണ്ട്. പക്ഷേ അനന്തരാവകാശികൾക്ക് കടം വീട്ടിയില്ല എങ്കിൽ പരലോകത്ത് കടബാധ്യത ആർക്കാണ്? കടബാധ്യത തീർക്കാതെ മരണപ്പെട്ടയാളാണ് പരലോകത്ത് കടബാധ്യതക്കാരനാകാൻ അയാളോട് ഇത് സംബന്ധിച്ച് ചോദിക്കപ്പെടുക. തുഹഫ ഷർവാനി 10 245. സമ്പത്തുള്ളവൻ യാചന നടത്തുന്നതിന്റെ വിധി എന്താണ്? അവന് സാമ്പത്തിക ശേഷിയുണ്ട്, അതോടൊപ്പം തന്നെ അവൻ യാചന നടത്തുന്നത് അത് പച്ച ഹറാമാണ്. കാരണം ആരോടാണോ അയാൾ യാചിച്ച് ചോദിക്കുന്നത് അദ്ദേഹത്തെ അയാൾ വഞ്ചിക്കുകയാണ്. യാനത്ത് 334. ഹറാമായ യാചനയാണ് ഒരാൾ നടത്തുന്നതെന്ന് മനസ്സിലായാൽ അയാൾക്ക് ദാനം ചെയ്യാനും പാടില്ല. അത് ഹറാമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഹറാമായ യാചനയാണ് ഒരാൾ നടത്തുന്നതെന്ന് മനസ്സിലായാൽ പോലും അയാൾക്ക് ദാനം ചെയ്യൽ ഹറാമാകുമോ? ഇല്ല, ഹറാമാകില്ല. കാരണം സമ്പന്നന് ദാനം ചെയ്യൽ നിഷിദ്ധമല്ല. സമ്പന്നനാണെന്ന് അറിഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുന്നവൻ വഞ്ചിതനാകുന്നില്ലല്ലോ. അതാണ് അതിന്റെ കാരണം. തുഹഫ 7 177 ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക വിഷയങ്ങളിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ നേരിടുമ്പോൾ സാമ്പത്തികമായ നിലയിൽ സഹായിക്കാൻ കഴിയുന്ന നിലയിൽ സഹായിക്കുവാനും അതുവഴി മഹത്വമുള്ള പ്രതിഫലങ്ങൾ നേടുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.